പിന്നെ നന്ദൂട്ടി എൻ്റെ പുറകെ കൂടി, അമ്മ എനിക്കൊരു ഉടുപ്പ് തയ്ച്ചതായി വന്നു. റെയിൻബോ ഉടുപ്പ് തയ്ച്ചിട്ട് അധികം ആയിട്ടില്ല. പിന്നെ കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ എന്ന് ഓർത്തുകൊണ്ട് ഞാനങ്ങ് സഹായിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ച് തുണി വാങ്ങി തയ്ക്കാൻ തുടങ്ങി. ഒരു ഓർഗൻസ മെറ്റീരിയലായിരുന്നു. എപ്പോഴോ ഞാൻ തയ്ച്ച ചുരിദാറിൻ്റെ ഒരു ബാക്കി പീസായിരുന്നു. ആൾക്കത് വലിയ ഇഷ്ടമായി. എന്നാൽ തയ്ച്ചു കൊടുത്തേക്കാമെന്ന് കരുതി ഇരുന്ന് വെക്കാൻ തുടങ്ങി. സമയം ഒത്തിരി താമസിച്ചു. കുഞ്ഞാവയുടെ കാര്യമൊക്കെ നോക്കി വന്നപ്പോൾ തന്നെ നേരെ ഒരുപാട് പോയി. ആൾ പിന്നെ എൻ്റെ പുറകിൽ നിന്ന് മാറുന്നില്ല, എനിക്ക് തയ്ച്ചായോ എന്നും പറഞ്ഞു. എനിക്കാണ് പെൺകൊച്ചുങ്ങളുടെ ഉടുപ്പൊക്കെ തയ്ക്കാൻ വലിയ ഇഷ്ടമാണ്. അവളുണ്ടായപ്പോഴേ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞ് പീസുകളൊക്കെ എടുത്ത് വെച്ച് അവൾക്ക് കുട്ടിയുടുപ്പൊക്കെ തയ്ച്ചു കൊടുത്ത് അവളിങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. കുറേ ഉടുപ്പൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവളുടെ സന്തോഷമല്ലേ എന്ന് ഓർത്തുകൊണ്ട് ഞാനിന്ന് വെട്ടി തയ്ച്ചു വന്നപ്പോൾ കുറച്ച് രാത്രിയായി. ബാക്കി വന്നതൊക്കെ രാവിലെ ഇരുന്ന് ഞാൻ തയ്ച്ചു. രാവിലെ എഴുന്നേറ്റ് ആൾക്ക് തയ്ച്ചു കൊടുത്തു. കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ ഇനി സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ തയ്ച്ച് റെഡിയാക്കി ആളുടെ കയ്യിൽ കൊടുത്തു. ആൾക്കങ്ങ് ഭയങ്കര സന്തോഷമാണ്. നല്ല ഭംഗിയുണ്ട്, കളറും ഇതൊക്കെ എനിക്കും ഇഷ്ടപ്പെട്ടു. അറിയാവുന്ന പോലെയൊക്കെ അങ്ങ് തയ്ച്ചങ്ങ് ഇട്ടു. കുറച്ച് ലേസൊക്കെ ഉണ്ടായിരുന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിപ്പിച്ച് കൊടുത്തപ്പോൾ ഒന്നും കൂടെ ഭംഗിയായി ഉടുപ്പ്. ആൾക്കത് എങ്ങനെയെങ്കിലും ഇട്ടുകൊണ്ട് പോയാൽ മതി. വേഗം തന്നെ ഞാൻ ഒരുക്കി റെഡിയാക്കി ഉടുപ്പൊക്കെ എടുത്ത് ഇട്ട് ഒരുക്കി ആൾ വന്ന് കുറച്ച് നേരം ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നിന്നു. വലിയ സന്തോഷത്തിലായിരുന്നു ആളിന്ന്. അതിട്ടുകൊണ്ട് പോയി കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കണമല്ലോ, അതിൻ്റെ ധൃതിയിലായിരുന്നു. വാൻ വരുന്ന നോക്കി, സ്കൂളിലോട്ടുള്ള വാൻ വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുക. വണ്ടി വന്നു, ആൾ കയറിപ്പോകാനുള്ള ധൃതിയിലായിരുന്നു. അങ്ങനെ ആളുടെ ബസ്സിൽ കയറി ആൾ പോയി. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ എൻ്റെ നന്ദൂട്ടിക്ക് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ.